എന്താ എന്നെ പറയും? ഞാൻ അയാളും സമ്മതിക്കില്ല, നിങ്ങൾ സമ്മതിക്കില്ല. രണ്ടാളുമായി ഏറ്റുമുട്ടിയിട്ട് ഞാൻ എന്ത് പറയാൻ അതില്? എനിക്കിതിൽ പറയാൻ ഞാൻ ഒരുപാട് ഞാനല്ല. ഞാൻ പറയുന്നത് എന്നെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടയിൽ കയറുകയാണല്ലോ. ഞാനിപ്പോ എന്താ എനിക്ക് പറയാൻ അല്പ സമയമുള്ളൂ, അതെങ്കിൽ അനുവദിക്കൂ. ഞാൻ ചോദിച്ചു അവിടെ ഈ കിർമാണി മനോജും മറ്റേ ടൗസറും സാമ്പൻ ഈ സംഘങ്ങൾ മൊത്തം ഈ കണ്ണൂർ ജയിലിലാണ്. ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം, ഇവർക്ക് കിട്ടുന്ന ഫോണുകൾ, ഇവർക്ക് കിട്ടുന്ന മയക്കുമരുന്നൊക്കെ ചർച്ച ആയതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ജയിലിൽ ഒരു വിഭാഗത്തിന് വലിയ പരിഗണന കിട്ടുമ്പോൾ അതിൽ വലിയ കലാപം അപ്പുറത്ത് പരിഗണന കിട്ടാത്തവരുണ്ടാക്കും സ്വാഭാവികമായും. അപ്പം അവരോട് കണ്ണിയും വേണ്ടി വരും. അത്തരത്തിൽ ഈ ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ ഉണ്ടായ സൂക്ഷ്മതക്കുറവ്, ജാഗ്രതക്കുറവ് അതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല 6 മണി കഴിഞ്ഞാൽ ജയിൽ ക്ലോസ് ചെയ്യണം, എന്നിട്ട് താക്കോല് പോയി ആരെ കയ്യിൽ വെക്കണമെന്ന് ഈ പ്രിസൺ ലോയിൽ പറയുന്നുണ്ട്. എന്നാൽ രാത്രി 10 മണിക്കും 11 മണിക്കും ജയരാജന്മാർ ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നിയമനത്തിൻ്റെ കാര്യം പറഞ്ഞു. 65 എന്നത് തെറ്റാ, 100-ലേറെ ഉണ്ട്. ഇപ്പം എൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന അതിൻ്റെ കണക്ക് കണ്ണൂരിൽ നിന്ന്. ഒക്കെ സഖാക്കളാ, ഒക്കെ പിൻവാതിൽ നിയമനയാ. ഇവർക്ക് ഈ പ്രതികളെ നോക്കി ആ ജയിലിനുള്ളിലൊക്കെ പിൻവാതിൽ പാർട്ടിക്കാരെയാണ് നിയമിക്കുന്നത്. ജയിൽ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്താണ്. കറണ്ടില്ല പോലും, എത്ര കാലം കറണ്ടില്ല. ഈ ഫെൻസിങ് എന്തുകൊണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ ഇതിനൊന്നും ഉത്തരമില്ല. ഇതിനൊക്കെ ചോദിച്ചാൽ എന്താണ് റിപ്പർ പിന്നെ ചാടിയില്ലേ മുങ്ങിയില്ലേ, അതാണോ അതിന് മറുപടി? ഇത് എന്ത് ചെറിയ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കേരള പോലീസ് പഴുതടച്ച അന്വേഷണം, എന്ത് പഴുതടച്ച അന്വേഷണം? ഇത് കേൾക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്നല്ലോ നിങ്ങളെ മുമ്പിൽ കാർക്കിച്ച് തുപ്പും. ഉണ്ണികൃഷ്ണൻ പറഞ്ഞില്ലേ, ഉണ്ണികൃഷ്ണനെ കിണറിൽ കണ്ടെത്തിയത്. രണ്ടാമത് വീണ്ടും ആ കിണർ വന്ന് കാണാൻ ഉണ്ണികൃഷ്ണന് തോന്നിയിട്ടില്ലെങ്കിൽ ഈ ചങ്ങായി ഗോവിന്ദസ്വാമിനെ എപ്പോഴും കിട്ടോ? ശരി, കേരളം എന്തായാലും ഇന്ന് ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. എങ്ങനെ ഗോവിന്ദസ്വാമി ചാടി എന്നതിന്റെ വിവരങ്ങൾ വന്നതാണ്. എത്രത്തോളം ഗൗരവത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകും, 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിൽ ഇത് അവസാനിക്കുമോ എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.